നാത്തൂനെ നാത്തൂനെ നീ നോക്കിയേ ഒരു 2500 വരൂ. 19 രൂപ കളഞ്ഞു വെക്കണ 2500 രൂപ എന്തെങ്കിലും ഇവിടുന്ന കാര്യത്തില് ചോദിക്കണം. ഒരു 2500 താ. എന്തെങ്കിലും ഇവിടുന്ന് ഉള്ളി പെറക്കിട്ടുണ്ടെങ്കിൽ ഒരു 1000 രൂപ ഉണ്ടാവും. അത് കൊച്ചിന്റെ ഫീസ് അടയ്ക്കാനുള്ളതാ. ഒന്ന് ഇങ്ങോട്ട് നോക്ക്. 2500 രൂപ ഇല്ലെങ്കിൽ ഏട്ടൻ ഇന്ന് തന്നെ ഡൈവോഴ്സ് ചെയ്യും. എന്താ ഇത്ര അത്യാവശ്യം? ഇന്ന് ചിട്ടിക്ക് കൊടുക്കണമെന്ന്. അത്ര ഉള്ള ചിട്ടിക്കുന്നില്ല എന്നങ്ങ് പറയണ. അപ്പൊ തീർന്നില്ലേ? നാളെ കൊടുക്കാന്ന് പറഞ്ഞാ മതി. അതല്ല പിന്നെ എന്താ? ഇന്ന് ആ നറുക്കിടും ചിട്ടി. ഇന്ന് പൈസ കൊടുക്കണം. എന്നാ പിന്നെ നീ ഇപ്പൊ പുറത്തോട്ട് പോവില്ലേ? പോയിട്ട് എടുത്തിട്ട് വാ. ഇതിപ്പോ കഥ മുഴുവൻ ഞാൻ പറയണോ? ഇന്നല്ലേ പുതിയ ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നേ. പറഞ്ഞില്ലേ ഏട്ടൻ? അപ്പൊ ഏട്ടൻ അവിടെ കാത്തു നിൽക്കുക. ഏട്ടൻ ഇപ്പൊ 3-4 തവണ വിളിച്ചു. ഞാൻ ഇനി ATM പോയി പൈസ എടുത്ത് തിരിച്ച് നാത്തൂന്റെ കയ്യിൽ പൈസ കൊണ്ട് തരുമ്പോഴേക്കും വൈകും. അതാ പറഞ്ഞത്, ചിട്ടിക്കാരനെ വിളിച്ച് പറ മോളെ നീ പൈസ എടുത്തിട്ടില്ല, വൈകുന്നേരം വരാന് പറയാന്ന. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ATM തരാം, ഒന്ന് പോയി എടുത്തോണ്ട് വരും. പിന്നെ ATM പൈസ എടുക്കാൻ എനിക്കറിയാൻ പാടില്ല, ഞാനിതുവരെ എടുത്തിട്ടില്ല. സഹായിക്കും, എനിക്കറിയില്ലെന്ന്. ഞാൻ എപ്പോഴും പറഞ്ഞോട്ടെ, എങ്ങോട്ടെങ്കിലും പോവാറങ്ങോ ചൂലും എടുത്ത് പിടിച്ചോണ്ട് നിൽക്കണം. ക്ലീറ്റോ ചേട്ടാ എവിടെ പോവാ? ഞാനൊരു അത്യാവശ്യമായിട്ട് എന്തേ? എനിക്കൊരു സഹായം ചെയ്തു തരും. അയ്യോ ഇപ്പൊ സഹായം ചെയ്യാനുള്ള സമയമല്ല. അതെ, ആ നടരാജൻ പറയണമെങ്കിൽ ഇവിടെ നിൽക്കാൻ പറയണം. ഞാൻ ഇപ്പൊ വരുമെന്ന് പറയണം. പഞ്ചായത്ത് വരെ പോയിട്ട് വരുമെന്ന് പറയാം. ക്ലീറ്റോ ചേട്ടാ, ഞാൻ എന്റെ ATM കാർഡ് തരാം. ഒരു 2500 രൂപ എടുത്ത് നാത്തൂന്റെ കൈ കൊടുക്കൂ. വൈകൂട്ടാ പാർട്ടി മീറ്റിംഗ് വൈകും. ഇന്ന് മീറ്റിംഗ് ഇല്ലല്ലോ. ഞാൻ പഞ്ചായത്തിൽ വേറെ ആവശ്യമായിട്ട് പോകണം. ഞാനേ പഞ്ചായത്തിൽ ഒരു തിരക്കിട്ട ആവശ്യമായിട്ട് പോവാം. അതല്ല ക്ലീറ്റോ ചേട്ടാ, ഇന്നാണ് ആ പുതിയ ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്തേക്കുന്നേ. ഇനി വൈകാൻ പറ്റൂല. ചിട്ടി പൈസ ഇന്ന് തന്നെ കൊടുത്തില്ലെങ്കിൽ അതും പ്രശ്നാ. ഒന്ന് പോ. അല്ല നമ്മുടെ പോണ സ്ഥലത്ത് ATM കാർഡ് ഉണ്ട്. പഞ്ചായത്തിനോട് പുതിയരണം വന്നു, ഞാനത് മറന്നുപോയി. ഒന്ന് പോ. ഒരു 2500 രൂപ എടുക്കണം. ഇങ്ങോട്ട് നോക്ക്. എന്നിട്ട് നാത്തൂന്റെ കയ്യിൽ അപ്പൊ തന്നെ കൊണ്ടുവന്ന് കൊടുക്കണം. ഞാൻ ഇപ്പൊ വരും. കാരണം ചിട്ടിക്കാരൻ വരുമ്പോ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതാ ഞാൻ കൊടുത്തേക്കാം, അവിടെ കൊടുത്തേക്കാം. അതിന്റെ പിൻ നമ്പർ 14 1437. തെറ്റിക്കല്ലേ? 1437. വൈകുന്നേരം അല്ല, ഉച്ചക്ക് മുന്നേ അയാള് വരും. പൊന്നു മോളെ, ഞാൻ ഇപ്പൊ എടുത്ത് കൊടുത്തേക്കാം. എങ്ങനെ വേളമല്ല. പിന്നെ നടരാജന്റെ അടുത്ത് ഇവിടെ നിൽക്കാൻ പറയണേ, മറക്കല്ലേ. 1437 1437 1437 എല്ലാം പറഞ്ഞു കൊടുത്തല്ലോ അല്ലേ? കൃത്യാക്കിയല്ലോ. നിന്നോട് ചൂരും കിട്ടും കൊണ്ട് അടിക്കണം നിന്നെ. ആര് പറഞ്ഞിട്ട് നിന്നോട് ATM കാർഡ് എടുത്ത് ക്ലീറ്റോന്റെ കയ്യിൽ കൊടുക്കാൻ? പൈസ പോയിട്ട് എന്റെ അടുത്ത് എങ്ങാനും വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് പറയും ഞാൻ അന്നേരം. ക്ലീറ്റോ ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. കട്ടെടുക്കൂന്നല്ല പറഞ്ഞ, ക്ലീറ്റോന്റെ പൈസ കാണുമ്പോഴത്തേനും കടം വേണമെന്നൊക്കെ തോന്നും. അന്നേരം അങ്ങോട്ട് എടുക്കും. പിന്നെ തരാന്ന് വെച്ചാലോ എന്റെ അടുത്ത് ഒന്ന് ചോദിക്കിട്ട് ചമ്മന്തി ഒന്നും അറിയാത്ത പോലെ. ചിട്ടി പൈസ എനിക്കറിയാൻ പാടില്ല, പോയി ചോദിക്കി. ഞാൻ ഇവിടുന്ന് കണ്ണും കൈയും കാണിക്കണം, നീ കണ്ടില്ലേ? ഇല്ല, ഇനിയിപ്പോ ഞാൻ പോയി മേടിച്ചോണ്ട് വരാം കാർഡ്. ഇത് എന്തൊരു തലവേദന ദൈവമേ, മുറ്റടിക്കാൻ വരണ്ടായിരുന്നു ഇപ്പൊ. അതെന്റെ തലയിലാവും. എന്താടി? ഏതോ സ്കൂട്ടർ കയറി പോയി. ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാൻ? കരഞ്ഞോണ്ട് നിൽക്കാതെ നീ ആശുപത്രി പോകാൻ നോക്കാം. അതെങ്കിലും നടക്കട്ടെ. പൈസ ചിട്ടി പൈസ കൊടുക്കും. ഇനി അത് ഓർത്തിട്ട് ടെൻഷൻ അടിക്കണ്ട. മറ്റേത് എടുക്കൂലായിരിക്കും. ചെന്ന് പോന്ന നീ അവന്റെ വായിരിക്കണ കേൾക്കാൻ ഇനി താളം തള്ളി നിക്കണേ. വീണ്ടും പൈസ പോയി 2500. പിന്നെ എടുത്താ ഇവളെന്തിനെത്ര കൂടുതൽ പൈസ എടുക്കണത്? ഞാൻ ആ ചിട്ടി പൈസ 2500 രൂപ എടുത്തിട്ട് അവിടെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് ഏൽപ്പിച്ചു പോകുന്നതാ. ഇപ്പൊ ഒരു പണി ഉണ്ടാവും. വല്ല തുണിക്കടയിൽ കയറിയിട്ട് വലിയ വില കൂടി സാരി എടുത്തിട്ട് ഒരക്കണതായിരിക്കുള്ളൂ. എടോ 7500 രൂപന്ന് 3 പ്രാവശ്യം. നീയല്ലാതെ ATM കാർഡും നമ്പറും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോരുമോ? ഇവരുടെ ധാരണ അതിൽ നിന്ന് വെറുതെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണെന്നാണ്. നമ്മ പണിയെടുത്തിട്ട് കയറണേണെന്നല്ല. നീ വ്യസനിച്ചിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് പോയി മേടിക്ക്. ഇങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞത്? അല്ല, സാരി എടുക്കാനൊന്നും പോകാൻ സാധ്യതയില്ല. കാരണം ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാണേ. പിന്നെ ഇവിടെ ഇട്ട് കാശ് ചെലവാക്കണം. പെട്ടെന്ന് വിളിച്ചു പറയാന്നാ, എന്തിനാ എടുക്കണേന്ന് ചോദിക്കും. ഹലോ, നീ എവിടെ? ഞങ്ങളിത് ആ വളവ് തിരിഞ്ഞിട്ട് ഇപ്പുറമുണ്ട്. വന്നോണ്ടിരിക്കുകയാണ്. വേഗം വാങ്ങോട്ട്.
പൈസ എടുത്ത് ചോദിക്കായിരുന്നില്ലേ? അത് മറന്നു. വേണ്ട, അങ്ങോട്ട് വരട്ടെ. വാ. വൈകിയോ? ആ ചിട്ടിയുടെ പൈസ കൊടുത്താ? ആ, എത്ര? ചിട്ടി പൈസ കൊടുത്തു. അത് എത്രയാണെന്ന് ചോദിക്കണേ? 2500 നാത്തൂനെ ഏൽപ്പിച്ചു. കാരണം ചിട്ടിക്കാരൻ വരുമ്പോ വൈകൂലേ, പിന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റിന്റെ സമയം തെറ്റിപ്പോലേ. നീ എത്ര പൈസ എടുത്തതെന്ന് പറ. അത് ചിട്ടിയുടെ പൈസ 2500. പിന്നെ എന്തിനാ 5000 രൂപ എടുത്ത് വേറെ? 5000 രൂപ എടുത്തില്ലല്ലോ. 2500 വെച്ചിട്ട് 3 പ്രാവശ്യം എടുത്തത് എന്തിനാന്ന്? അങ്ങനെ എടുക്കില്ലല്ലോ, 2500 അല്ലേ എടുക്കുള്ളൂ. അതല്ലേ ചിട്ടിയുടെ പൈസ. പൈസ എടുക്കാതെ അതിന് മെസ്സേജ് വരൂലല്ലോ. മെസ്സേജോ? പിന്നെ അതിൽ ആ 2500 രൂപ വെച്ചിട്ട് 3 പ്രാവശ്യം പൈസ എടുത്തിട്ടുണ്ട്. അത് എന്തിനാ എടുത്തത് നീ ചോദിക്കണേ? പറ്റിച്ച്. അതെ, അടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടാ. ഇവിടെ ഒന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അറിയും. നീ മര്യാദ സത്യം പറഞ്ഞു. അത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ വൈകി. അപ്പൊ ഞാൻ ATM പോയിട്ട് പിന്നെ നാത്തൂന്റെ അടുത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും വൈകുമല്ലോ എന്ന് ഓർത്തപ്പോ ATM കാർഡ് ക്ലീറ്റ് ചേട്ടന്റെ കയ്യിൽ കൊടുത്തു. ഈ മന്ദിനൊക്കെ എന്ത് വേണം? അപ്പൊ എന്തിനടി അവന്റെ കയ്യിൽ കൊടുത്തത്? അല്ല, അങ്ങനെ എന്നെ പറ്റിക്കൂലെന്ന് പ്രത്യേകം പറഞ്ഞതോ. ഞാൻ വിശ്വസിച്ചേട്ടാ. അപ്പൊ അവന്റെ സ്വഭാവം നിനക്ക് ഇതുവരെ അറിയില്ലേ? അങ്ങനെ ചതിക്കോ? ചതിക്കില്ല. ഇല്ല, ചതിക്കില്ലല്ലോ. അവന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടല്ലോ. കനക വേഗം ബാങ്കിലോട്ട് വിളിച്ചു പറഞ്ഞിട്ട് അത് ബ്ലോക്ക് ചെയ്യുക, അല്ല അതിൽ 10 പൈസ ഉണ്ടാവൂലട്ടാ. അവൻ വേറെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാ? ഇല്ല. ഇല്ല. അപ്പൊ നിനക്ക് പറ്റില്ലെങ്കിൽ നിനക്കത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട്. ഏട്ടാ, ഞാൻ ഇറങ്ങിയപ്പോ വൈകി. അപ്പോയിന്റ്മെന്റിന്റെ സമയം തെറ്റായിരിക്കും, ഞാൻ ഓടി വന്നതാ. എടാ കനക ഇനി വർത്താനം പറഞ്ഞ് നിൽക്കാതെ പോയിട്ട് അത് മേടിച്ചെടുക്കാൻ നോക്ക്. കഴുതനൊക്കെ എന്തിനു പറയണോ? എന്തൊരു കഷ്ടമാണ്. കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് കുടിച്ചേ. ഇച്ചിരി വെള്ളം അങ്ങെടുത്തേ. എടി നടരാജൻ വന്നിരുന്നാ? ഇല്ല. ഈ കഴുത എവിടെ പോയി കിടക്കാണ്? ഒരു കാര്യം ഏൽപ്പിച്ച ആകെ തലവേദനാണേ. ഒരു കാര്യം തരാം. ആ ചിട്ടിക്കാരൻ വന്നാ? ഇല്ല, ഞാൻ ആദ്യം പിടിച്ചിരിക്കും. അതൊന്നും നടക്കൂല കേട്ടോ. അത് പൈസയൊന്നും ഇല്ല അതില്. പൈസ കിട്ടിയില്ല അതില്. എന്താന്ന് ചോദിച്ചാ, ഞാനേ അവിടെ പോയി കൊക്കരക്കോ റെസ്റ്റോറൻറ്റുകാർ ഒരു പരസ്യം തരാമെന്ന് പറഞ്ഞിരുന്നു. അത് മാറ്റിട്ട് ATM കയറിയിട്ട് പൈസ ഇത് എടുക്കുന്നുണ്ട്, പൈസ വരണില്ല. റെസിപ്റ്റ് വന്നു, പക്ഷെ പൈസ കുറേ ചെയ്യുന്നുണ്ട്. എന്താന്നാ പൈസ കുറയുന്നുണ്ട്, പക്ഷെ പൈസ വന്നില്ല, റെസിപ്റ്റും വന്നു. എടീ ഇതേ ഞാൻ ഇതിലിട്ടു കാശ്, ഇതിട്ട് വലിച്ചപ്പോ ഇത് ആദ്യത്തെ റെസിപ്റ്റ് 2500 രൂപ അതിൽ കുറഞ്ഞൊക്കെയാണ്. പക്ഷെ പൈസ വന്നിട്ടില്ല. രണ്ടാമത് എടുത്തപ്പോഴും വന്നു, അത് വന്നു. പക്ഷെ അത് പൈസ കുറഞ്ഞൊക്കെയാണ്. മനസ്സിലാവില്ല. ക്ലീറ്റ് നോണ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലാവാൻ പെട്ടെന്ന്. നീ എന്താ പറയണേ? നാടകം കളിക്കണ്ട, മര്യാദക്ക് പൈസ എടുത്ത്. ഏത് പൈസ? ATM ഈ കാർഡ് ഇട്ട് എടുത്ത പൈസ ATM പൈസ വന്നില്ല എന്ന് പറയുമ്പോ പിന്നെന്താ? അതെങ്ങനെ വരാതിരിക്കും? ക്ലീറ്റാ എല്ലാവരും പറയും ATM ഈ സാധനം ഇട്ട് എടുക്കാൻ പറ്റും പൈസ, പിന്നെ ക്ലീറ്റയ്ക്ക് മാത്രം എന്താ പറ്റാത്തെ? എടി അത് എന്റെ അപ്പച്ചനല്ല അതിനകത്ത് ഇരിക്കണേ. അതിനകത്ത് പൈസ ഉണ്ടെങ്കിൽ വരും. പൈസ ഇല്ലാതെ അതിനകത്ത് എങ്ങനെയാ പൈസ പോയത്? എങ്ങനെയാ പോയത്? 2500 രൂപ വെച്ച് അത് ഞാൻ 3 പ്രാവശ്യം നോക്കിയപ്പോഴും അത് കുറഞ്ഞിട്ടുണ്ട്. അതെന്തെങ്കിലും മെഷീൻ കംപ്ലൈന്റ് കളിക്കല്ലേ? ഇപ്പൊ ചിട്ടിക്കാരൻ വരും കേട്ടാ. എല്ലാ ദിവസവും പോലെ ഞാൻ വല്ല പറഞ്ഞ കൂടി പോകും. കൂടി പോകുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഏണി ഞാൻ എടുത്ത് തലേ വെച്ചോലെ സമ്മതിക്കാൻ ഒരു ഉപകാരം ചെയ്ത് കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ ഉപകാരം ചെയ്യേണ്ട ദൈവത്തെ ഓർത്ത് പൈസ വെറുതെ ആദ്യം പിടിപ്പിക്കല്ലേ? എടി പൈസ ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ? കളിക്കല്ലേ ക്ലീറ്റ്, എനിക്ക് ഭ്രാന്ത് കയറും. നീ ചുമ്മാ ഇരുന്നേ. എടി പൈസ അതിലില്ലാതെ അവനെ വിളിച്ച് ചോദിക്കാം, അതിലെ പൈസ ഉണ്ടോന്ന് ചോദിക്കാം അവരുടെ അക്കൗണ്ടിൽ. ഇതെന്താ ക്ലീറ്റോ? അത് വേറെ പൈസ. അത് ഞാൻ പരസ്യം ചോദിച്ചാ ഹോട്ടലിൽ അവര് പരസ്യത്തിന് വന്ന പൈസ. എടി അത് നോട്ടീസ് അടിക്കാം. നീ പൈസ എന്റെ പൈസ കളിക്കാതെ എടുക്ക്. എടി അത് പാർട്ടിന് കണക്കുള്ള പൈസയാണ്. കണക്കുണ്ട്, എനിക്കും എന്റെ പൈസക്ക് കണക്കുണ്ടല്ലോ. ഏത് സമയത്ത് എനിക്ക് തോന്നിയോന്തോ പെണ്ണിനെ സഹായിക്കാന്നും പറഞ്ഞു. ആരാ? ആ ചേട്ടി ചിട്ടി പൈസ വാങ്ങാൻ വേണ്ടി വന്നാണ്.
ആ അവരവിടെ ഇല്ല, ഇവിടെ തന്നിട്ടുണ്ട് പൈസ. ഇപ്പൊ തരാട്ടാ. ചിട്ടി പൈസ അതിന്റെ അടുത്ത് കൊടുക്കരുത്. തങ്കം, ഇത് ആ പൈസ അല്ല, നീ കളിക്ക. എനിക്ക് ഇനി എനിക്ക് കനകന്റെ മുമ്പിൽ നാണം കെടാൻ വയ്യ. ഞാൻ കൊടുക്കും. ഇത് ആ പൈസ അല്ല തങ്കം. നീ ആ പൈസ അല്ലെങ്കിൽ ഏത് പൈസ ആണെങ്കിലും ഞാൻ കൊടുക്കും. നിങ്ങളല്ലേ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. പൈസ ഇതിനകത്ത് പോയിട്ടുണ്ട്. പൈസ വന്നില്ല. നീ കളിക്കാതെ പൈസ എടുക്കടി. നിങ്ങളെ കുറെ നാളായി എന്നെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് പൊട്ടി അങ്ങോട്ട് മിണ്ടരുത്. നിങ്ങൾ നീ കനകനെ വിളിച്ച് ചോദിക്കും അവന്റെ പൈസ ഇതിന്ന് പോയിട്ടുണ്ടോ. അവന്റെ പൈസ പോയതെന്ന് തെളിവുണ്ടല്ലോ. അത് മെഷീൻ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. ആ ഉവ്വ കംപ്ലൈന്റ്. നീ കളിക്കാതെ മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു പ്രാവശ്യം. തങ്കം, നിന്നാണ് കർത്താവിനാണ്, ഞാനാണ്, നമ്മുടെ മോളാണ് സത്യം. എടി ആ പൈസ അല്ല ഇത്. ആ പൈസ അല്ലെങ്കിൽ വേണ്ട. ഈ പൈസ എടുത്തേ. ഞാൻ കൊല്ലും. ഞാൻ മിണ്ടായിരുന്നു. പൈസ അയാൾക്ക് കൊടുക്കല്ലേ, അത് കൊടുത്താൽ എനിക്കിപ്പോ നടരാജ് വരുമ്പോ 2500 അല്ലേ? ഇത് എത്രയുണ്ട് നോക്കി. 2 അല്ലേ? മര്യാദയ്ക്ക് എനിക്ക് എന്റെ പൈസ കിട്ടണം. ഉള്ള കാര്യം ഞാൻ പറയാം. നീ ആങ്ങളെ സഹായിക്കുക എന്തോ ചെയ്തോ, പക്ഷേ അത് എന്റെ പാർട്ടിയുടെ പൈസ ആണ്. അത് വാങ്ങാൻ നടരാജ് എപ്പോൾ വരും. എനിക്ക് കാശ് കിട്ടണം. പൈസ ഇരിക്കണം, എടുത്തോണ്ടേ. തമാശ നീ കളിക്കാതെ പൈസ എടുക്കാൻ. എടി ഞാൻ പറയണമെന്ന് വിശ്വസിക്ക്. നിനക്ക് ലോകത്തുള്ള എല്ലാവരും പറയണ വിശ്വാസമാണ്. ഈ സ്വന്തം ഭർത്താവിനെ വിശ്വസിക്കരുത് കേട്ടോ. വിശ്വസിക്കണ്ടേ? നീ വിശ്വസിക്കണ്ട. എനിക്കെന്റെ കാശിപ്പ കിട്ടണല്ലേ എന്റെ വിധന്മാരെ ഞാൻ പറഞ്ഞേക്കാം. ആ കളിക്കുന്നവള് ഈ കുന്തത്തിലാണെങ്കിൽ പൈസയില്ല. അല്ലേ ഞാൻ എന്നെ പറഞ്ഞാൽ മതി. ആവശ്യമില്ലാത്ത ഏണി എടുത്ത് ഞാൻ തലയിൽ വെച്ചത്. ആ പെണ്ണിനെ സഹായിക്കാനെന്നും പറഞ്ഞു. കഴിഞ്ഞോ? നീ കളിക്കരുത്, കാശ് എടുക്കുന്നത് കഴിഞ്ഞോണ്ട്. ക്ലീറ്റോ നല്ല രസമുണ്ട്. ക്ലീറ്റോ അഭിനയിക്കണം കാണാൻ. മദ്യം നിർത്തിക്കോ. ക്ലീറ്റോ 1500 രൂപ ക്ലീറ്റോന്റെ കയ്യിലുണ്ടായി. ബാക്കി പൈസ എവിടെ പോയി എന്ന് എനിക്കറിയാം. എടിയ കഴുത 1500 രൂപ പാർട്ടിയുടെ നോട്ടീസ് അടിക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ എന്താ കൊടുന്ന് തപ്പണത്? എന്താ എന്തിനു തപ്പണ? പാർട്ടിയുടെ കോക്കോ ഞാൻ എന്റെ ഭർത്താവ് ഇത് നിന്നെ നീ കൂടുതൽ എനിക്കിത് സംസാരിക്കാൻ താല്പര്യമില്ല. നീ എനിക്ക് എന്റെ കാശ് എടുത്തു തന്നെ. എന്ത് കാശ്? എടി അത് കാശ്. ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം. തക്ലിമോക്ക് ഫീസ് അടയ്ക്കാനുണ്ടായിരുന്ന പൈസയും കൂടി എടുത്തിട്ടാണ് ഇപ്പൊ ആ ചിട്ടിക്കാരന് പൈസ കൊണ്ടുവന്ന് കൊടുത്തത്. നിന്നോട് ഞാൻ പറഞ്ഞാ കൊടുക്കാൻ. നിന്നോട് ചിട്ടിക്കാരന് കൊടുക്കാൻ ഞാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ പൈസ എടുക്കാൻ പോയത്? എടി ഈ പുല്ലില് പൈസ ഇല്ല. നിങ്ങൾ ആരോടാ ക്ലീറ്റോ പറയണത്? അതിനകത്ത് പൈസ ഉണ്ടായിരുന്നു. നിങ്ങൾ പൈസ എടുത്തു. നിങ്ങൾ ആ പൈസ കൊണ്ടുവന്ന് എവിടെയോ ചെലവാക്കി. ബാക്കി പൈസ എന്റെ ഭാര്യ വേണ്ടി കൊടുത്തടി. ആ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എവിടെയൊക്കെ ഭാര്യ ഉണ്ടെന്ന് ഞാനെങ്ങനെ അവളുമാരുള്ളോ ജീവിക്കണേക്കാളും എനിക്ക് കൂടുതൽ വർത്താനം പറയാൻ താല്പര്യമില്ല. മര്യാദക്ക് പൈസയും കൊണ്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ക്ലീറ്റോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ. എനിക്കും തന്നെ പറയണം. നീ മര്യാദക്ക് എന്റെ കാശ് എടുത്ത് തന്നോണം. നിന്റെ ആങ്ങളേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് തരണം. ഇത് എന്റെ പൈസയാണ്. എന്റെ എന്റെ ആങ്ങളുടെ പൈസ എവിടെ പോയിന്നാ ഞാൻ ചോദിച്ചത്. നിന്റെ ആങ്ങളുടെ ഈ സാധനത്തിനകത്ത് പൈസ പോയിട്ടുണ്ടെന്ന് നിങ്ങൾ പൈസ പോയി എന്ന് പറഞ്ഞാൽ അവനെ വിളിച്ച് ചോദിക്കുന്നേ. ക്ലീറ്റോ നിങ്ങളുടെ മുഖത്ത് ഭയങ്കര കള്ളത്തര. ക്ലീറ്റോ മര്യാദക്ക് പൈസ തന്നെയാണ് എനിക്ക് കള്ളത്തരം ഒരുപാട് കിട്ടിയത്. ആ ഉവ്വ കാണിച്ചു തരാം ഞാൻ. എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ അവള് എന്നെ കൊണ്ട് തന്നെ മനഃപൂർവ്വം ചെയ്തായിരിക്കും. മനഃപൂർവ്വം നടരാജൻ വരുമ്പോ ഇനി ആ നോട്ടീസ് അടിക്കാനുള്ള പൈസക്ക് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പൊട്ടിക്കൂടി. ഞാൻ പലതും ചെയ്യും. പൈസ എനിക്കും അതല്ലേ പറയാനുള്ളത്. പൈസ ഉള്ളതില്ല ഞാൻ ഇവിടെ ഇരിക്കണം. എന്തായാലും ഇവിടെ ഞാൻ കൊറേ നാളെ പറയാൻ തുടങ്ങിട്ട് പോകുന്നു. വലിയ കൊലപാതകം ഉണ്ടാവും ഇവിടെ. മര്യാദക്ക് പൈസ എടുത്തിട്ട് വന്നോ. ആ ഇതിൽ നല്ലത് നിന്നെയൊക്കെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കണം തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഭർത്താവിനെ വിശ്വാസമില്ലാത്ത നിന്റെ ഇവിടെയൊക്കെ ജീവിക്കുന്നത് നല്ലത്. അത് തന്നെ അടി. ചിട്ടിപ്പൈസ കൊടുത്തു. ആ ചിട്ടിപ്പടി ഞാൻ അവനെ വിളി. ചിട്ടിപ്പൈസ അല്ല കാര്യം. അവനെ കൊണ്ട് വിളിക്ക്. കാര്യം ചോദിക്കട്ടെ. പൈസ എടുത്തതല്ലേ? പൈസ ചിട്ടിപ്പൈസ അയാൾ വന്നു. ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസയും കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. 2500. 2500. 7500 രൂപ വലിച്ചിരിക്കും.
എന്തിനാ അത്? ഞാൻ 2500 എടുക്കാനല്ലേ പറഞ്ഞേ. ക്ലീറ്റോ, ക്ലീറ്റോ, എന്താ ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ. കാര്യം പറഞ്ഞാ മതി. ദേ, അവിടെ ഒന്ന് സമാധാനം പറ. ആരാ? നിങ്ങളോട് 2500 എടുക്കാൻ എന്റെ കാശ് മര്യാദയ്ക്ക് എന്റെ കാശ് നോക്കണം കേട്ടോ. 2500 എടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ 7500 എടുത്ത് എന്നോട് പറഞ്ഞു. അറിയാ നിന്റെ ചിട്ടിയുടെ പൈസ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്റെ പൈസ തന്നെ. അതെ, ആ. നീ നിന്റെ അഭിനയൊക്കെ നിർത്ത്. എന്തോ പിന്നെ നീ എത്ര പൈസ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചത്? അളിയാ, ഞാൻ നിന്റെ ആ ATM കാർഡ് കൊണ്ടുപോയി അവിടെ ഇട്ടപ്പോ 3 പ്രാവശ്യം റെസീപ്റ്റ് വന്നു. അതിന് പൈസ വന്നില്ല. പറഞ്ഞ കള്ളം പിന്നെ പറഞ്ഞോണ്ടിരിക്കില്ല ക്ലീറ്റോ. അവനോട് ഇങ്ങനെ സത്യം പറ. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് നീ കേട്ടോ. നിങ്ങളോട് ആര് പറഞ്ഞു 7500 എടുക്കാൻ? അളിയാ, നിന്റെ സത്യത്തിൽ നിന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടോ? ഞാൻ അതിൽ നിന്ന് കാർഡ് ഇടുന്നു, ഇതിൽ റെസീപ്റ്റ് മാത്രം വരുന്നത്. പൈസ ഒന്നും കിട്ടിയില്ല എനിക്ക്. ഞാൻ നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയൊന്നും അല്ലല്ലോ. ആണോ അല്ലയോ? ഞാൻ ഇന്നലെ ഞാൻ പറയണത് നിനക്ക് വിശ്വസിക്കാൻ പറ്റും? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലടോ. അല്ലേ നീ പോയി കേസ് കൊടുക്ക. എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ, എന്റെ അക്കൗണ്ടിൽ നിന്ന് 7500 രൂപ പോയിട്ടുണ്ട്. എന്റെ അളിയാ, ഞാൻ ആ കാർഡ് കൊണ്ട് അതിലോട്ട് ഇട്ട് 3 പ്രാവശ്യം ഇട്ടിട്ട് അതിന് പൈസ വന്നില്ല. നോണ പറയടാ, പച്ചക്കള്ള 1500 രൂപ വന്നപ്പോ ഈ മനുഷ്യന്റെ പോക്കറ്റിൽ. അതെന്റെ പാർട്ടിയുടെ പൈസയാണ്. ഓ പിന്നെ നിന്റെ പാർട്ടിയുടെ പൈസ മൊത്തം നിന്റെ കയ്യിലല്ലേ? എന്റെ കർത്താവ്, ഞാൻ എന്റെ സത്യസന്ധത ക്ലീറ്റോ ചേട്ടാ എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിക്കണ്ടായിരുന്നു? എന്റെ പൊന്നമോളെ, നിനക്ക് എപ്പോ തോന്നി അതെടുത്ത് എന്റെ തരാൻ? നീ കള്ളം പറയണ്ട ക്ലീറ്റസേ. നീ മര്യാദക്ക് എന്റെ പൈസ തന്നോ? അതോ നിനക്ക് നല്ലത്? നിന്റെ ഏത് പൈസ അളിയാ? ഏത് പൈസ ആണെന്നാ? നീ എനിക്ക് മര്യാദക്ക് എന്റെ പൈസ താ. എടാ, എന്റെ 7500 രൂപ നീ എടുത്തത് എവിടെയെന്നാ ഞാൻ ചോദിക്കണേ? 7500? നിനക്കെന്താ വട്ടുണ്ടോ? പിന്നെ നീ 2500 രൂപ എടുക്കാനല്ലേ എന്റെ അടുത്ത് പറഞ്ഞേ? പിന്നെ എന്തിനാ നീ ബാക്കി 5000 രൂപ എടുത്തത്? എടാ, അതിന് പൈസ വന്നില്ല. അതിന് നിന്റെ നീ കളിക്കാതെ എന്റെ 1500 രൂപ നീ വന്നേ, ഇങ്ങ് വാന്ന്. എന്താ നോക്ക്, കാര്യം പറ. ഇതെന്താ ഇത്? എന്താ ഇത് നീ എടുത്തല്ലേ? 2500 രൂപ അക്കൗണ്ട് ബാലൻസ് കുറഞ്ഞു. അതിന്റെ അടുത്തത് 2500 രൂപ വീണ്ടും ബാലൻസ് കുറഞ്ഞു. ക്ലീറ്റോ, ഇത് കാണ്. 2500 ബാലൻസ് കുറഞ്ഞു. എന്റെ പൊന്നളിയാ, ഞാൻ പൈസ എടുത്തിട്ടില്ല. എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. നീ നോണ ഒരു കാര്യം ചെയ്യും, അതിനകത്ത് ക്യാമറ ഉണ്ടല്ലോ, അതിൽ പോയി നോക്കാം. എന്ത് ക്യാമറ പോയി നോക്കണം? ബാങ്കിൽ പോയി ഒരു നോക്കാം. ക്യാമറ നോക്കണ്ട. ഒരു ക്യാമറ നോക്കണ്ട. അളിയാ, ഞാൻ അതിന്ന് പൈസ എടുത്തിട്ടില്ല. അളിയാ, എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണ്ട. എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. എനിക്ക് ആ പൈസ കിട്ടണം. മെസ്സേജ് വന്നിട്ട് എന്നോട് വന്ന് കള്ളം പറയണല്ലേ? നീ ഇപ്പൊ എനിക്ക് തോന്നുന്നു നിന്റെ ബാങ്കിൽ പൈസ ഇല്ലായിരുന്നു. നീ എന്റെ പൈസ അടിക്കാനുള്ള പരിപാടിയാണോ ഇത്? മെസ്സേജ് വരുമോ ക്ലീറ്റോ ചേട്ടാ? അതെ, കഷ്ടമുണ്ട് ആ പൈസ ഇങ്ങോട്ട് കൊടുക്കാൻ. ഇതാണ് അറിഞ്ഞോണ്ട് ആർക്കും ഒരു ഉപകാരം ചെയ്തത് വേണം. നിനക്ക് വേണ്ടി ഞാനൊരു സഹായം. എന്റെ പൊന്നുമോളെ, ഒരു മിനിറ്റ്. കർത്താവിനാണ്. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കും. ഞാൻ അതിൽ നിന്ന് പൈസ എടുത്തിട്ടില്ല. എടുത്തു. നിങ്ങളുടെ കള്ളത്തരം ഇനി ക്ലീറ്റസ് പറഞ്ഞ ശരിയാട്ടാ. എന്തെന്ന്? അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞ പൈസ അത് തിരിച്ചു കയറിയിട്ടുണ്ട്. അക്കൗണ്ടിൽ നിന്ന് വലിച്ച പൈസ തിരിച്ചു കയറിയിട്ടുണ്ട്. അളിയാ, ഇത് നീ പറഞ്ഞ ശരിയാ. കുറഞ്ഞ പൈസ തിരിച്ചു കയറിയിട്ടുണ്ട്. അത് അവരുടെ എന്തോ ഒരു എററാ തോന്നുന്നു. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, വിശ്വസിക്കരുത്. ഭർത്താവിനെ അങ്ങ് ഒരിക്കലും വിശ്വസിക്കരുത് കേട്ടോ. ആങ്ങളെ വിശ്വസിക്കാം, നാട്ടുകാരെ വിശ്വസിക്കാം. ഇതിപ്പോ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ. പൈസ നീ കൂടുതൽ സംസാരിക്കണ്ട. എന്റെ 1500 രൂപ എടുക്ക്. നിന്റെ 1500? 1000 രൂപ ഇവിടെ ചിട്ടിക്ക് കൊടുത്ത് അത് കൊടുക്കാതിരിക്കും. എന്റെ 1500 രൂപ കാശ് എടുക്ക്. 2500 ആ, കാശ് എടുക്ക്. ചിട്ടിക്കാരന് കൊടുത്തത് എന്റെ കയ്യിലും ചിട്ടിക്കാരനെ അവിടെ അടുത്ത് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു ഞാനത് എടുത്തിട്ടില്ല എന്നപ്പോ അവള് കേൾക്കൂല. എന്റെ പാർട്ടിയുടെ പൈസയാണ്. ഇപ്പൊ നടരാജൻ വരെ എനിക്കത് കൊടുക്കണം. പൈസ എടുക്ക്. ഇനി നീ അടങ്ങ്. ഇപ്പൊ വന്നല്ലോ. അങ്ങനെ നിനക്ക് നിന്റെ പൈസ വന്നു. പക്ഷെ എനിക്ക് എന്റെ പൈസ പറഞ്ഞു. അതെടുക്ക. പൈസ എടുക്ക്. നിന്റെ പൈസ എന്ത് പൈസ? എടാ, നിന്റെ ചിട്ടി പൈസക്ക് കൊടുത്തത് എന്റെ 1000 രൂപയും പിന്നെ ക്ലീറ്റോന്റെ കയ്യിൽ നിന്റെ ആന്ന് വിചാരിച്ച് ഞാൻ അതും എടുത്തിട്ട് കൊടുത്തു 2500. എന്റെ പോക്കറ്റിൽ നിന്ന് നീയാണ് കാശ് എടുത്ത് കൊടുത്തത്. മര്യാദക്ക് മേടിച്ചടി പൈസ. നിന്റെ കയ്യിൽ നിന്ന് എത്ര ചെലവായത്? 1000 ക്ലീറ്റോന്റെ 1500. നിന്റെ കയ്യിൽ നിന്ന് 1000 അല്ലേ? ആ പൈസ ഞാൻ തരാം. അപ്പൊ ഇനി എന്റെ 1500. നിന്റെ 1500. നീ എന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച വാങ്ങിയിട്ടുള്ള 2000 രൂപ ഉണ്ടല്ലോ, 1500 അതിലേക്ക് കഴിച്ചോ. ബാക്കി 500 രൂപ. 500 ഉണ്ടാ? ATM കാർഡ്. ATM കാർഡ്. എന്താടാ